സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രാദേശിക സമയം രാവിലെ 8-ന് ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ 15-ന് കോടതി ഹർജിയിൽ വിധി പറയാതെ മാറ്റിവെച്ചത്. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ മോചന വാർത്തയിൽ വരുന്ന പുതിയ വിവരങ്ങൾ? ഏത് രീതിയിൽ ഈ നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് 7ാം തവണയാണ് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ 6 തവണയും മാറ്റിവെക്കുകയായിരുന്നു. ഇത്തവണയെങ്കിലും മോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ കുടുംബം കാത്തുനിൽക്കുന്നത്. ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും അനുകൂലമായ വിധി ഇന്നുണ്ടാകും എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബം. എന്നാൽ 6 തവണയും ആ കാര്യം നടപ്പായില്ല. ഇത്തവണ 7ാം തവണ കേസ് പരിഗണിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം കഴിയുന്നത്. ഈ 6 തവണ കേസ് മാറ്റിവെച്ചപ്പോഴും എന്തുകൊണ്ടാണ് എന്നത് കോടതി വ്യക്തമാക്കിയിട്ടില്ല. സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്, വിശദമായ പഠനം ആവശ്യമാണ് എന്നതാണ് കോടതി കാണിക്കുന്നത്. എന്നാൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കോ നിയമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾക്കോ ഒന്നും തന്നെയും അത് എന്തുകൊണ്ടാണ് എന്ന കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണയെങ്കിലും അനുകൂലമായ വിധി ഉണ്ടാകും എന്നതാണ് കുടുംബം തന്നെയും കാത്തിരിക്കുന്നത്. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തത് കൊണ്ടാകാം എന്നതാണ് കുടുംബം കരുതുന്നത്. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയാൽ തന്നെ തടവ് ശിക്ഷ ഉണ്ടാവാം. പക്ഷേ 18 വർഷം ജയിലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ റഹീമിന് ഒരു പക്ഷേ അത് ബാധകമായി വരില്ല. അതുകൊണ്ട് ഇന്ന് അനുകൂല വിധി ഉണ്ടായാൽ റഹീമിന് പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനാകാം എന്നതാണ് കുടുംബവും കരുതുന്നത്. ഏതായാലും ഇന്ത്യൻ സമയം 10:30 കൂടിയാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ്. വധശിക്ഷ നേരത്തെ തന്നെ കുടുംബം മാപ്പ് നൽകിയതിന് പിന്നാലെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. പക്ഷേ മോചനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. ഏതായാലും ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും വലിയ പ്രതീക്ഷയിൽ റഹീമിന്റെ ഉമ്മയും സഹോദരങ്ങളും കുടുംബങ്ങളും ഇവിടെ കഴിയുന്നുണ്ട്. റഹീമിനെ കഴിഞ്ഞ തവണ ജയിലിലെത്തി കാണാനുള്ള ഒരു അവസരം ഉമ്മയ്ക്കുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനായി തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷ റഹീം പങ്കുവച്ചു എന്നതാണ് കുടുംബം പറയുന്നത്. കുടുംബം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട കോടതി കേസ് പരിഗണിക്കുമ്പോൾ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇനി അനുകൂല വിധി ഉണ്ടായാൽ മാത്രമേ മാധ്യമങ്ങളെ കാണുകയുള്ളൂ എന്നതാണ് കുടുംബത്തിന്റെ നിലപാട്. ഏതായാലും 10:30 കൂടി കൃത്യമായ വിവരം മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്. മേഘ, കുടുംബത്തിന്റെ പ്രതികരണം അത്തരത്തിൽ വരുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. എല്ലാ സമയങ്ങളിലും അവർ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ നിരാശ മാത്രമാണ് മറുപടിയായി ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ ഇപ്പോൾ അവസരമായി നോക്കൂ, സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റ് വിശദാംശങ്ങളിലേക്കും കടന്നതിന് ശേഷമേ വിധി പറയാൻ കഴിയൂ എന്ന് പറഞ്ഞാണ് ഇത് മാറ്റിവെക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ഏറെ പ്രതീക്ഷയോടെ നമ്മളൊക്കെയും കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ ഈ വാദം മുൻപോട്ട് പോകുന്നു, അത് നീക്കി വെക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് വ്യക്തതയാണ് കൂടുതലായി വരുന്നത്? ഇതിൽ എന്തെങ്കിലും പ്രതികരണം ഏതെങ്കിലും തലങ്ങളിൽ നിന്ന് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്നുണ്ടോ? പ്രിയ, ഈ കേസ് തുടർച്ചയായി മാറ്റിവെക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് അഭിഭാഷകർക്കോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നിയമ സഹായ സമിതിയുണ്ട്, അവർക്കോ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നതാണ് അവർ പോലും പറയുന്നത്. അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു അനുകൂലമായ നിലപാടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബവും നിയമസഹായ സമിതിയും വ്യക്തമാക്കുന്നത്. ഓരോ തവണ ഹിയറിംഗ് നടക്കുമ്പോഴും നിയമസഹായ സമിതി കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് ഇനി നിലനിൽക്കുന്നത്. വധശിക്ഷ നേരത്തെ തന്നെ കുടുംബം മാപ്പ് നൽകിയതിന് പിന്നാലെ റദ്ദാക്കിയിരുന്നു. ഈ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനാണ് സൂക്ഷ്മ പരിശോധന ആവശ്യമാണ് എന്ന് കോടതി പറയുന്നത്. അത് ഈ നിയമ സഹായ സമിതിക്ക് പോലും വ്യക്തമല്ല. കാരണം ഈ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ തടവ് ശിക്ഷ ഉൾപ്പെടെ ലഭിച്ചേക്കാം. പക്ഷേ കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് റഹീം. അതുകൊണ്ട് തന്നെ തടവ് ശിക്ഷ ആവശ്യമായി
ഫലമായി വരില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് അനുകൂല ഉത്തരവുണ്ടായാൽ ഗവർണറേറ്റ് കൂടി അംഗീകരിക്കണം. ആ ഗവർണറേറ്റ് കൂടി അംഗീകരിച്ചാൽ കൃത്യമായി തന്നെ റഹീമിന് മോചനം സാധ്യമാകും, പുറത്തിറങ്ങാൻ കഴിയും. പക്ഷേ ഇത് കഴിഞ്ഞ 6 തവണയും പരിഗണിക്കാതെ മാറ്റിവെക്കപ്പെടുന്നു. അതിൽ ഒരു ആശങ്ക കുടുംബത്തിനുണ്ട്. കാരണം 2008 കേസ് നടക്കുന്നത്. 34 കോടി രൂപ നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് നൽകാം എന്നതായിരുന്നു വ്യവസ്ഥ. അതുൾപ്പെടെ നൽകി വധശിക്ഷ റദ്ദാക്കി കുടുംബം മാപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനു പിന്നാലെയും കേസ് കോടതിയിൽ ഓരോ ദിവസവും ഓരോ തവണയും പരിഗണിക്കുമ്പോഴും അനുകൂലമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്, അഭിഭാഷകർക്കോ ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിക്കോ അതെന്തുകൊണ്ടാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം കേട്ടതാണ്, കുടുംബം മാപ്പ് നൽകിയതാണ്. ഈ സൂക്ഷ്മ പരിശോധന എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ കുറച്ചുകൂടി വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുണ്ടാകും. അത് എന്താണ് എന്നതാണ് ഇന്നത്തെ ദിവസം അറിയേണ്ടത്. കാരണം ഇത് 7ാം തവണയാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ ഇരിക്കുന്നത്. ഇന്ത്യൻ സമയം 10:30 കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി സൂക്ഷ്മ പരിശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കുറച്ചുകൂടി വ്യക്തമാകും എന്നതാണ് നിയമസഹായ സമിതി ഉൾപ്പെടെ പറയുന്നത്. കണ്ണീരോടെ തന്നെ കാത്തിരിക്കുകയാണ് റഹീമിന്റെ ഉമ്മ, സഹോദരങ്ങളും കുടുംബക്കാർ എല്ലാം തന്നെയും. ഓരോ തവണയും കേസ് പരിഗണിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തൻ്റെ മകന്റെ മോചനം ഇന്നുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ കൂടിയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ വലിയ പ്രയാസത്തിൽ കൂടിയാണ്. കാരണം 6 തവണ മാറ്റിവെച്ച് 7ാം തവണയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന് വലിയ പ്രയാസം സൃഷ്ടിച്ച ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് 10:30 കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏകദേശം 1 മണിയോടുകൂടി ചിത്രം വ്യക്തമാകും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉദ്ദേശിക്കുന്നത് എന്ന്. അനുകൂല വിധിയുണ്ടായാൽ ഗവർണറേറ്റ് ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരവ് കൂടി പുറത്തിറക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി മേഘ, സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നൊരു ശുഭവാർത്ത തന്നെയാണ് നമ്മളൊക്കെയും കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തന്നെ ആകട്ടെ. 7 തവണ മാറ്റിവെച്ച കേസാണ്. ഇന്ന് 10:30 വീണ്ടും പരിഗണിക്കുകയാണ്. അതിൽ ഒരു അനുകൂല നിലപാട് എടുക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെയും ഉള്ളത്. ആ വീട്ടുകാരുടെ വേദനയിൽ അവരുടെ പ്രതീക്ഷയിൽ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെയും ഉള്ളത്. ഇന്ന് മേഘ പറഞ്ഞതുപോലെ ഒരു ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി തന്നെ അതിലൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് നിന്നാണ് മേഘ വിവരങ്ങൾ നൽകിയത്.